ഇന്നത്തെ വിഷയം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നോക്കി ഒരു അസ്തമയ സൂര്യൻ. സൂര്യനല്ല ഇത് ചന്ദ്രനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് മന്ത്രത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പക്ഷേ അതുമായി കണക്ട് ചെയ്തൊരു വിഷയമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. മതിടോ, മടുത്തു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു റിട്ടയർമെൻറ്റ് ലൈഫാണ് ഇനി എന്ന് പറയുന്നത്, അല്ലേ, എന്നാണോ എൻ്റെ റിട്ടയർമെൻറ്റ് ആകുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ, പല പ്രായഭേദമന്യേയുള്ള, പ്രത്യേകിച്ച് IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ, പ്രോഗ്രാമിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരും. അപ്പോൾ ഒരു 35-40 വയസ്സാകുമ്പോൾ ജീവിതത്തിൽ ഈ റിട്ടയർമെൻറ്റ് ലൈഫാണ്. പക്ഷെ അവരുടെ റിട്ടയർമെൻറ്റ് വേറെ സ്റ്റൈലുണ്ട്. അവർ റിട്ടയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ സമ്പാദിച്ച കാശുകൾ കൊണ്ട് എങ്ങനെ നന്നായി ഇനി ബാക്കിയുള്ള ജീവിതം ആനന്ദകരമാക്കി മാറ്റി കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പറയുന്നത്. പക്ഷേ മറ്റുള്ള അധികം ആൾക്കാർ അയ്യാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത്? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവായി, ഫുള്ളി എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ജോലികളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ഈ ജോലി ഭാരമോ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ശരിയാണ്, ഞാനീ പറയുന്നതിൽ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. കൃത്യമായി ശമ്പളം കിട്ടണം, കൃത്യമായി ജോലിക്ക് എല്ലാ സാഹചര്യങ്ങളും വേണം. അപ്പം നമ്മളെ അങ്ങനെ ഒന്നിനെ പറഞ്ഞ് ഉപമിക്കാതെ നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ ഭംഗിയായി അതിൽ എൻജോയ് ചെയ്ത് ജീവിക്കുകയും, അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് സ്ട്രെസ്. അത് കൊച്ചു കുട്ടികളായാലും വലുതായാലും എല്ലാവരും പറയണം സ്ട്രെസ്. പണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സ്ട്രെസ് എന്നുള്ള വാക്കുകളൊന്നും അത്ര ഘോരഘോരമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്, അല്ലേ? നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ സ്ട്രെസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ തളർന്നു വീഴുള്ളൂ. ഇതിനും ഒരു സൊല്യൂഷൻ വരും, അല്ലെങ്കിൽ ഇതിന് ഇത്രേ സൊല്യൂഷൻ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിച്ച് ഒരു സ്റ്റാർട്ട് തുടങ്ങാം. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് അത്ര പ്രായോഗികമല്ലായിരിക്കാം, പക്ഷെ എന്ത് വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കിട്ടുന്ന നിമിഷം നാളെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ എന്നും ഞാൻ പറയുന്ന പോലെ ഇന്നാണ് നമ്മുടെ സ്വന്തം, നാളെ നമ്മുടേതല്ല. ഇന്നലെ എന്തൊക്കെയോ ആണ്. ഓക്കെ, ഈ സ്വന്തമായ നിമിഷങ്ങളെ സന്തോഷിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് അത് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ജോലിയാവട്ടെ, ചില ആൾക്കാർ പറയും പട്ടിപ്പണി എടുക്കും എന്നിട്ട് ഒരു കാര്യമില്ലടോ എന്നൊക്കെ പറയും. അത് നമ്മൾ ജോലിയെ ആസ്വദിച്ച് ജോലി എടുക്കാത്തതുകൊണ്ടാണ്. ഏത് തലത്തിലുള്ള ജീവിതത്തിലെ ഏത് നിലവാരത്തിലുള്ള ജോലിയാവട്ടെ, ഏത് തലത്തിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ജോലി ആത്മാർത്ഥമായി അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ടയർഡ്നെസ് അങ്ങനെ തോന്നാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു സമയത്ത് ക്ഷീണിച്ച് നമ്മൾ കടന്നുറങ്ങും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നല്ല. ഞാൻ പറയുന്നതിൻ്റെ കോർ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ജീവിതത്തിൽ അങ്ങനെ ഒരു മരിക്കുന്നത് വരെയും നമ്മൾ ഫുള്ളി പവർ പാക്ഡ് ആയിട്ട്, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട്, ഫുള്ളി സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ റിട്ടയർമെൻറ്റൊക്കെ ഫോറിനേഴ്സൊക്കെ നിങ്ങൾ നോക്കൂ, അവരുടെ വർഷത്തിലുള്ള സമ്പാദ്യം എത്രയാവട്ടെ ആ സമ്പാദ്യം സ്വരുക്കൂട്ടി വെച്ച് അവർ എൻജോയ് ചെയ്ത് പോകുന്നു, തിരിച്ച് അവരുടെ ജോലിയിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചായക്കട നടത്തുന്ന ഒരു അമ്മച്ചിയും അവരെ രണ്ടുപേര്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ രണ്ടുപേരും ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എല്ലാ വർഷവും എത്രയോ വർഷങ്ങളായിട്ട് ടൂറ് പോയി അങ്ങനെ എൻജോയ് ചെയ്യുന്നില്ലേ? അപ്പം നമുക്ക് ജീവിതത്തിൽ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നതല്ല, മനസ്സിൻ്റെ നിലവാരം, ജീവിതത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നും വളരെ ഊർജ്ജസ്വലമായി പവർഫുള്ളായി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് റിട്ടയർഡ് ലൈഫ് എന്ന് എൻജോയ് ചെയ്യുക. ജോലി എങ്ങനെ പോകും എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് സർവീസിൽ ഉണ്ണി ശിവാല് പറഞ്ഞു ഡോണ്ട് തിങ്ക് അബൌട്ട് റിട്ടയർമെൻറ്റ്, ഗവൺമെൻറ് പിരിച്ചുവിടുമായിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈഫ് ഫുള്ളി എൻഗേജ്ഡ് ആവുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ജീവിതത്തിൽ നിന്നും മനസ്സൊന്നും നമ്മൾ തൽക്കാലം ആ പോയിന്റുകൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ ഒരു ബാലൻസ്ഡ് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. റിട്ടയർമെൻറ്റ് ലൈഫ് തൽക്കാലം നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ റിട്ടയർ ആവില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കാണാൻ വേണ്ടും അടുത്തൊരു വീഡിയോ. താങ്ക് യു സോ മച്ച്.